എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളുടെയും പിറകിലുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ രീതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ അനാവശ്യമായി കഴിക്കുന്ന, അധികമായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമാണെന്ന് നമുക്കറിയാം. അതിന് പകരമായിട്ട് പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ഭക്ഷ്യവസ്തു എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, മാംസ്യമാണ്. പലരുടെയും വിചാരം ഈ മാംസ്യം എല്ലാ അസുഖങ്ങൾക്കും ഒരേ രീതിയിലുള്ള മാംസ്യമാണ് അല്ലെങ്കിൽ പ്രോട്ടീനാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടീൻ നമ്മൾ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത് ഉതകും എന്നാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. പക്ഷേ ഓരോ പ്രോട്ടീനും ഓരോ തരത്തിലുള്ള പ്രോട്ടീൻ സ്രോതസ്സും ഓരോ തരത്തിലുള്ള രോഗത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക. ഉദാഹരണത്തിന് പ്രോട്ടീൻ പലതരത്തിലുണ്ട്, പ്രോട്ടീൻ സ്രോതസ്സുകൾ പലതരത്തിലുണ്ട്. ഒരുപക്ഷെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക മത്സ്യവും മാംസവും മുട്ടയും അതുപോലെ തന്നെ റെഡ് മീറ്റ്, ബീഫിന്റെ ലിവർ, പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ പ്രോട്ടീൻ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ, ഇങ്ങനെ പല തരത്തിലുള്ള പ്രോട്ടീനിന്റെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതിൽ ഏത് പ്രോട്ടീനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു സങ്കടത്തിലാണ്, ഒരു ധർമ്മസങ്കടത്തിലാണ് പലപ്പോഴും നമ്മൾ ഉണ്ടാവുക. ഏതാണ് നല്ലത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ കൂടെ അടങ്ങിയിട്ടുള്ള മറ്റുള്ള മൈക്രോ മിനറൽസോ അല്ലെങ്കിൽ കോ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. ഈ കോ ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അതിനകത്ത് ഉള്ള അമിനോ ആസിഡ്സിന്റെ അളവ്, അല്ലെങ്കിൽ ബയോഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്ന ഘടകം, അല്ലെങ്കിൽ വൈറ്റമിൻ ബിയുടെ ലഭ്യത, ഒമേഗ 3 എത്രമാത്രം ഉണ്ട് എന്ന്, അതുപോലെ തന്നെ മിനറൽസ്, ട്രേസ് മിനറൽസ്, അങ്ങനെ പല തരത്തിലുള്ള ഘടകങ്ങളും ആണ് ഒരു പ്രോട്ടീനിനെ ആ തരത്തിലുള്ള പ്രോട്ടീനായിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നത് പ്ലാന്റ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന കോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോ എൻസൈംസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങളല്ലാത്തതിനാൽ പലപ്പോഴും ഇത് ഒരു ചികിത്സാ മാർഗത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുകയില്ല. പലരും സസ്യാഹാരികളായ പലരും ഇതിനെ എതിർക്കാറൊക്കെ ഉണ്ടെങ്കിലും ഇത് അതിന്റെ ശാസ്ത്രീയമായ പഠനത്തിലൊക്കെ പറയുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ വേണ്ടുന്ന ഘടകങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ വെജിറ്റബിൾ സോഴ്സസ് മാംസ്യത്തിനെ അല്ലെങ്കിൽ പ്രോട്ടീനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാം. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിന് ഇപ്പോൾ വൈറ്റമിൻ B12 എന്ന് പറയുന്ന ഘടകം പ്രോട്ടീനിന്റെ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക. അതുപോലെ തന്നെ വൈറ്റമിൻ C ഉണ്ടെങ്കിലാണ് നമ്മുടെ കിഡ്നിയിൽ വെച്ച് ഇതിനെ കൊളാജനായിട്ടൊക്കെ മാറ്റാൻ വേണ്ടി കഴിയുക. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ, ഇതിനൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമുള്ള വൈറ്റമിൻ C അടങ്ങിയ രീതിയിലുള്ള പ്രോട്ടീൻസ് കഴിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള രോഗങ്ങളെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുക. അപ്പോൾ വിവിധ തരത്തിലുള്ള അസുഖങ്ങളെയും അല്ലെങ്കിൽ അവസ്ഥകളെയും എങ്ങനെ ശരിയായ രീതിയിലുള്ള പ്രോട്ടീൻ ഉപയോഗിച്ച് മാറ്റാം എന്നതിനെ കുറിച്ച് നമുക്കിന്ന് കാണാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് പ്രോട്ടീൻ വളരെയേറെ ആവശ്യമുള്ള ഒരു ജീവിത ഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഏജിങ് അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാരിൽ കൂടുതലായിട്ട് ആവശ്യം വരുന്നത് പ്രോട്ടീനാണ്. കാരണം അവർക്ക് ഉപാപചയ പ്രവർത്തനത്തിൽ അപചയം ആണ് കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ത്വക്കിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മസിൽസ് പേശികളൊക്കെ സങ്കോചിക്കുക, അതുപോലെ തന്നെ മുടി നഷ്ടപ്പെടുക, അവർക്ക് കൂടുതൽ രോഗസാധ്യതയുള്ളതുകൊണ്ട് കൂടുതൽ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ഘടകങ്ങൾ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ മസിൽസിന്റെ നാശം തടയാൻ വേണ്ടിയിട്ട് അവർക്ക് ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് എന്ന പ്രോട്ടീൻ അധികമായിട്ട് വേണ്ടി വരാം. അപ്പൊ ഇത്തരത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുള്ള ഒരു അവസ്ഥയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും വാർദ്ധക്യ അവസ്ഥയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്യാസ്ട്രിക് എൻസൈം അല്ലെങ്കിൽ സ്റ്റൊമക് ആസിഡ് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പൊ ഇത്തരത്തിൽ സ്റ്റൊമക് ആസിഡ് കുറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഇവർക്ക് തീർച്ചയായിട്ടും പ്രോട്ടീനിന്റെ വിഘടനം നടത്താൻ വേണ്ടി കഴിയുകയില്ല. അപ്പോൾ പ്രോട്ടീൻ അധികം വേണ്ടുന്ന പ്രായത്തിൽ പ്രോട്ടീനെ വിഘടിപ്പിക്കാൻ പറ്റാത്ത, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ, ഹൈപ്പോ അസിഡിക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രായം വർദ്ധിക്കുമ്പോൾ ചെറുപ്പകാലത്ത് അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടായ ചില പ്രോട്ടീനുകൾ
കഴിക്കാൻ അവർ വിമുഖത കാണിക്കും. കാരണം അത്തരം പ്രോട്ടീനുകൾ അവർക്ക് ദഹിക്കാൻ വേണ്ടി കഴിയില്ല. ഉദാഹരണത്തിന് ധാരാളമായിട്ട് റെഡ് മീറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു പക്ഷേ പ്രായാധിക്യം വരുന്ന സമയത്ത് പലപ്പോഴും ഈ റെഡ് മീറ്റിനോട് വിമുഖത കാണിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ പ്രധാന കാരണം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് ഈ പറയുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ റെഡ് മീറ്റിനെ ദഹിപ്പിക്കാൻ കൂടുതൽ ഡൈജസ്റ്റീവ് എൻസൈം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സ്റ്റൊമക്ക് ആസിഡ് ആവശ്യമുണ്ട്. അവർക്ക് ആസിഡ് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ദഹിപ്പിക്കാൻ വേണ്ടി കഴിയുകയില്ല. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബീഫ് കഴിക്കുന്ന ഒരു വ്യക്തി, ബീഫ് ഒരു റെഡ് മീറ്റ് ആണ്, ബീഫിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ആണ് വൈറ്റമിൻ B3 അല്ലെങ്കിൽ വൈറ്റമിൻ B6, വൈറ്റമിൻ B12 തുടങ്ങിയവയൊക്കെ. അതേപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് അയൺ, ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്, സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ബീഫ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ എഗ്ഗ്, മുട്ടയിലേക്ക് വരികയാണെങ്കിൽ, മുട്ടയിൽ ധാരാളമായിട്ടുണ്ടാവുക വൈറ്റമിൻ B2, അതുപോലെ വൈറ്റമിൻ B9, വൈറ്റമിൻ B5 തുടങ്ങിയ ഘടകങ്ങളും, അതുപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, രണ്ടും പ്രോട്ടീൻ ആണെങ്കിൽ പോലും ബീഫിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനോ അതിൻ്റെ കോ ഫാക്ടേഴ്സോ അല്ല ഒരിക്കലും മുട്ടയിൽ അടങ്ങിയിട്ടുള്ളത്. അതേസമയം മുട്ട കൂടുതൽ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രായാധിക്യമുള്ള ഒരു വ്യക്തിയിൽ പോലും ഒരു പക്ഷേ മുട്ട കഴിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും റെഡ് മീറ്റ് കഴിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു പക്ഷേ വൈറ്റമിൻ B2വിനേക്കാൾ B3 ആണ് ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ കാൽഷ്യത്തിനേക്കാൾ കൂടുതൽ അയൺ ആണ് ആവശ്യമെങ്കിൽ, അനീമിയുള്ള ഒരു വ്യക്തിയാണ്, പ്രായാധിക്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എങ്ങനെ ഈ പ്രോട്ടീനിനെ ആഹരിക്കാൻ വേണ്ടി കഴിയും? വളരെ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ശരീരത്തിനകത്തേക്ക് കൂടുതൽ ആസിഡ് കടത്തിവിടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ബീറ്റൈൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെയുള്ള കാര്യങ്ങൾ 1, 2, 3 ബീറ്റൈൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്യാപ്സ്യൂൾസ് കഴിച്ചിട്ട് റെഡ് മീറ്റ് കഴിക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ അവർക്ക് അതിനെ ദഹിപ്പിക്കാനുള്ള ശക്തി ലഭിക്കുന്നതുമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഷെൽഫിഷിൽ ധാരാളമായിട്ട് സിങ്കും സെലീനിയവും അയണും ഉണ്ട്. അപ്പോൾ പ്രായം കൂടുന്ന സമയത്ത് കൂടുതൽ ഇമ്മ്യൂണിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് അടങ്ങിയിട്ടുള്ള ഷെൽഫിഷിനെ പക്ഷേ ദഹിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായേക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്ന ഒരു സമയം കൂടിയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പോൾ വാർദ്ധക്യാവസ്ഥയിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയാതിരിക്കണമെങ്കിൽ സിങ്ക് അടങ്ങിയ ഷെൽഫിഷ് അവർ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണോ അവർക്കുള്ള പ്രശ്നം അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് അനുയോജ്യമായ പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ഷെൽഫിഷിലുള്ള മറ്റൊരു പ്രധാന ഘടകമാണ് സെലീനിയം എന്ന് പറയുന്നത്. സെലീനിയം പ്രധാനമായിട്ടും നമുക്കിപ്പോൾ അറിയാം, മഹാഭൂരിഭാഗം ആൾക്കാർക്കും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ തൈറോയ്ഡ് ഹോർമോണിന്റെ ആക്റ്റീവ് ഫോമായ T3 ഉണ്ടാക്കാൻ വേണ്ടി, T4 നിന്ന് T3 ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് സെലീനിയം ആവശ്യമുണ്ട്. അപ്പോൾ സെലീനിയം ഇല്ലാത്ത ഒരാൾക്ക് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള അസുഖത്തിനനുസരിച്ച രീതിയിലുള്ള പോഷണം അല്ലെങ്കിൽ പ്രോട്ടീൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതേസമയം അവർക്ക് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ച രീതിയിലുള്ള ഈ സ്റ്റൊമക്ക് ആസിഡ് അല്ലെങ്കിൽ ബീറ്റൈൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ചികിത്സിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, പ്രോട്ടീൻ വെച്ച് ചികിത്സിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മൾ സന്ധിവാദം എന്നൊക്കെ പറയുന്ന തേയ്മാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് ആദ്യം. അതിനു മുമ്പായി ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അല്ലെങ്കിൽ തേയ്മാനത്തിന്റെ തുടക്കാവസ്ഥയാണ് ഓസ്റ്റിയോപീനിയ. അത് കുറച്ചും കൂടെ അതിന്റെ കാഠിന്യം കൂടിയ അവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ധാരാളമായിട്ട് വേണ്ടുന്നത് വൈറ്റമിൻ ഡിയും omega-3 ഫാറ്റി ആസിഡുമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ആളാണെങ്കിൽ ഏതെങ്കിലും പ്രോട്ടീൻ കൊടുക്കുന്നതിന് പകരം വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയ പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. അവിടെയും തീർച്ചയായിട്ടും ഷെല്ല് അടങ്ങിയ മത്സ്യങ്ങളൊക്കെയാണ് ധാരാളമായിട്ട് ഡി ഉണ്ടാവുക. അതുപോലെ മുട്ടയിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. സൺഷൈൻ വൈറ്റമിൻ ആണെങ്കിൽ പോലും അല്പം ഒക്കെ നമുക്ക് ഈ ആഹാരത്തിൽ കൂടിയ വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട്. അതുപോലെ omega-3 ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഏറ്റവും ഗുണപ്രദമായ മറ്റൊരു ഘടകമാണ്. omega-3 നമുക്ക് കിട്ടേണ്ടത് മത്സ്യങ്ങളിൽ നിന്നാണ്. ഫാറ്റി ഫിഷ് അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങളിലാണ് ഇതുണ്ടാവുക. ഇനി മറ്റൊരു പ്രശ്നമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച.
അനീമിയ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പലതരത്തിലുള്ള അനീമിയ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പലതരത്തിലുള്ള അനീമിയയിൽ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് അയണും വൈറ്റാമിൻ B12 കുറഞ്ഞത് കൊണ്ടുണ്ടാകുന്ന അനീമിയ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത്തരത്തിലുള്ള അനീമിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള പ്രോട്ടീനാണ് കൊടുക്കേണ്ടത്? അങ്ങനെ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അയണുള്ള ഒരു കണ്ടന്റ് ആണ് ബീഫ് എന്ന് പറയുന്നത്. ബീഫ്, അതുപോലെ അതിൽ കൂടുതലുള്ളത് ബീഫ് ലിവറിലാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ബീഫ് ലിവറിന് എനിക്ക് അത്ര താല്പര്യം, എനിക്ക് അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും പലപ്പോഴും ബീഫ് കഴിക്കുന്ന ആൾക്കാരോട് ഞാൻ വളരെ വ്യക്തമായിട്ട് ബീഫിന്റെ ലിവർ കഴിക്കാൻ വേണ്ടി പറയാറുണ്ട്. കാരണം അതിൽ ധാരാളമായിട്ട് അയൺ കണ്ടന്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിൽ ഫോളിവേറ്റും ഉണ്ട്. അപ്പോൾ അയണും ഫോളിവേറ്റും ധാരാളം ഉള്ളത് കൊണ്ട് അത്തരം വ്യക്തികൾക്ക് ബീഫ് ലിവറിലേക്ക് കൂടുതൽ കഴിക്കുന്നത് കൂടുതൽ ഗുണപ്രദമായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി ബീഫ് ലിവറിനേക്കാൾ കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ള ഒരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ ഓയിസ്റ്റർ എന്ന് പറയുന്ന ചിപ്പി. അപ്പൊ ഈ ചിപ്പി കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് അയണും അതുപോലെ തന്നെ സിങ്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ നന്നായിട്ട് കൊടുക്കേണ്ടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ബീഫ് പോലെയുള്ള പ്രോട്ടീൻസ് ആണ്. ഇനി ചില വ്യക്തികൾക്ക് പ്രോട്ടീൻ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകാം. പലപ്പോഴും നമ്മൾ പറയുന്ന IBS പോലെയുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങൾ, കഴിച്ചു കഴിഞ്ഞാൽ മലം ലൂസായിട്ട് പോവുക, കഴിച്ച ഉടൻ തന്നെ ടോയ്ലറ്റ് പോവുക, ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഗട്ട് എൻസൈമുമായിട്ട് അത് വളരെയധികം ബന്ധമുണ്ട് എന്ന് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന ആൾക്ക് ഏത് പ്രോട്ടീൻ കൊടുക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഈസി ആയിട്ട് ദഹിക്കുന്ന പ്രോട്ടീൻ. അങ്ങനെ ഈസി ആയിട്ട് ദഹിക്കുന്ന ഒരു പ്രോട്ടീനാണ് മുട്ടയിലെ പ്രോട്ടീൻ. അതുകൊണ്ട് ഇത്തരം വ്യക്തികൾക്ക് മുട്ട കൊടുക്കുന്നതിൽ കൂടി അവർക്ക് ആവശ്യം വേണ്ടുന്ന പ്രോട്ടീൻ ലഭിക്കുന്നതാണ്. ഹൈ ബ്ലഡ് പ്രഷർ വരുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം omega-3 കൊടുക്കണം എന്ന് തന്നെയാണ്. omega-3യും വൈറ്റാമിൻ ഡിയും വളരെ വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ omega-3 ധാരാളമായിട്ടുള്ളത് ഫാറ്റി ഫിഷുകളിലാണ്, മത്സ്യങ്ങളിലാണ്, അത് കൊടുക്കുക. വൈറ്റാമിൻ ഡി അടങ്ങിയ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഷെല്ലുകൾ, അത് വീണ്ടും ഷെല്ല് മത്സ്യങ്ങളും അതുപോലെയുള്ള മുട്ട പോലെയുള്ള കാര്യങ്ങളൊക്കെ ഹൈ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പൊട്ടാഷ്യം, ഹൈപ്പോ കലേമിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ മെഡിക്കൽ സയൻസിലുണ്ട്. ഹൈപ്പോ കലേമിക് എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം കുറഞ്ഞതുകൊണ്ട് വരുന്ന ബ്ലഡ് പ്രഷർ. അപ്പോൾ പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള മാംസ ആഹാരമാണ് ഇവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വ്യാപകമായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോട്ടീൻ DHA എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയതാണ്. DHA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് omega-3യുടെ ഒരു കോമ്പണന്റ് ആണ്. DHA സാധാരണഗതിയിൽ പ്ലാന്റ് നിന്ന് കിട്ടുന്ന omega-3, സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന omega-3യിൽ അത് അടങ്ങിയിട്ടില്ല. അത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് വീണ്ടും മത്സ്യങ്ങളിലാണ്. അപ്പോൾ ഡിപ്രഷനുള്ള വ്യക്തികൾക്ക് കൂടുതൽ നന്നായിട്ട് നമുക്ക് ഈ വൈറ്റാമിൻ DHA എന്ന് പറയുന്ന ഘടകം അടങ്ങിയ മത്സ്യം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ കൊടുക്കുന്നതാണ് കൂടുതൽ ഉത്തമമായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ ആങ്സൈറ്റി, വളരെയധികം ആങ്സൈറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വൈറ്റാമിൻ B അടങ്ങിയ ഭക്ഷണങ്ങളാണ് ധാരാളമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രോട്ടീൻ കൊടുക്കുക എന്നത് കൂടി നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വളരെ വ്യാപകമായിട്ട് കാണുന്ന മറ്റൊരു കാര്യമാണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺ. ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമുക്കറിയാം, ഗോൾ ബ്ലാഡർ സ്റ്റോൺ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ബൈലിന്റെ കുറവാണ്. ബൈല് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ബൈലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ടൊറൈൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ആണ്, ഒരു പ്രോട്ടീൻ ആണ്, ഒരു മാംസ്യമാണ് ആവശ്യമായിട്ട് വരിക. അത് ധാരാളമായി മസിൽസിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഗോൾ ബ്ലാഡർ പ്രശ്നമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രത്യേക പ്രോട്ടീൻ തന്നെ, ടൊറൈൻ തന്നെ കൊടുക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. അതേപോലെ ലിവർ, ഫാറ്റി ലിവർ ഒക്കെ ഇന്ന് വളരെ വളരെ വ്യാപകമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവർ വരുമ്പോൾ ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം, പലരും കരുതുന്നത് മുട്ടയൊന്നും തൊടാനേ പാടില്ല എന്നാണ്. പക്ഷെ ഫാറ്റി ലിവറിനെ റിവേർട്ട് ചെയ്യാൻ, അതിനെ മറികടക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊലൈൻ ആണ്. കൊലൈൻ എന്ന് പറയുന്ന ഘടകം കൊടുക്കുകയാണെങ്കിൽ ഫാറ്റി ലിവറിനെ ഒരു വലിയ പരിധിവരെ റിവേർട്ട് ചെയ്യാം, മറികടക്കാം. കൊലൈൻ വ്യാപകമായിട്ട് കിട്ടുന്നത് മുട്ടയിലെ മഞ്ഞയിലാണ്, അല്ലെങ്കിൽ യോക്ക്, എഗ് യോക്ക്.
അതായത് അതിനകത്തുള്ള മഞ്ഞക്കുരു. ഇത് കഴിക്കുന്നവർക്ക് ഫാറ്റി ലിവർ കുറക്കാനാണ് കഴിയുക. ഇത് പലരും തെറ്റിദ്ധരിക്കുന്നത് മുട്ട കഴിക്കുകയാണെങ്കിൽ തന്നെ മഞ്ഞ കഴിക്കരുത് എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് നമ്മൾ മാറ്റേണ്ടുന്ന സമയമായി. ഇനി ചില സമയത്ത് നമ്മൾ ചില അസുഖങ്ങൾക്ക് ചില പ്രോട്ടീനുകൾ കൊടുക്കാതിരിക്കുന്നത് ഉത്തമമാണ്. ഉദാഹരണത്തിന് ഇപ്പോ പ്രമേഹ രോഗം. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാർബോഹൈഡ്രേറ്റ് കൊടുക്കുന്നതിനേക്കാൾ, അന്നജം കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും അത്യന്താപേക്ഷിതം എന്ന് പറയുന്നത് പ്രോട്ടീനും അതുപോലെ തന്നെ കൊഴുപ്പും കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വരുന്നത് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത്, ഇവര് കീറ്റോ ഡയറ്റിലേക്ക് ധാരാളമായിട്ട് പോയി ഫാറ്റ് മാത്രം അല്ലെങ്കിൽ പ്രോട്ടീൻ മാത്രം കഴിക്കുന്ന ഒരവസ്ഥയിൽ ചിലരൊക്കെ ധാരാളമായിട്ട് ഷെൽ ഫിഷുകൾ കഴിക്കാറുണ്ട്. ഈ ഡയബറ്റിസ് ഉള്ള അതികഠിനമായ ഡയബറ്റിസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ധാരാളമായിട്ട് ഷെൽ ഫിഷ് കഴിക്കുന്നതിനോട് ഞാൻ വ്യക്തിപരമായിട്ട് അനുകൂലിക്കുന്നില്ല. കാരണം ഷെൽ ഫിഷിനകത്ത് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഉണ്ട്. അപ്പോൾ മാംസ്യത്തിനകത്ത്, പ്രോട്ടീനകത്ത് കാർബോഹൈഡ്രേറ്റ് പോലും ഉണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിൽ പ്രമേഹമുള്ള ഒരാൾക്ക് ഷെൽ ഫിഷ് ധാരാളമായി കഴിച്ചുകൊണ്ട് അവർക്ക് ആ അസുഖം മാറ്റാൻ വേണ്ടി കഴിയുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ വളരെ അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘടകമാണ്. പക്ഷെ കണ്ണടച്ച എല്ലാ രോഗങ്ങൾക്കും യാതൊരു വ്യത്യാസവും ഇല്ലാതെ പ്രോട്ടീൻ കൊടുക്കുന്നതും ശരിയായ ഒരു നടപടിയല്ല. കാരണം പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യേണ്ടുന്ന ഒട്ടനവധി രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ക്രോണിക് കിഡ്നി ഡിസീസ്, കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഒരു മെഡിക്കൽ അസിസ്റ്റൻസോട് കൂടി മാത്രമേ പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും പലപ്പോഴും ചില രീതിയിലുള്ള പ്രോട്ടീൻസുകൾ നമ്മൾ നിർബന്ധമായിട്ടും അതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ, ഇനീഷ്യൽ ഭാഗത്തല്ല, അഡ്വാൻസ്ഡ് ആയിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ വരുന്ന സമയത്ത് ഒത്തിരി പ്രോട്ടീൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഒഴികെ സാമാന്യമായി കാണുന്ന പല രോഗങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ഭക്ഷണ വസ്തുവാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. അപ്പോൾ ഈ മാംസ്യം കൊടുക്കേണ്ടത് ഓരോ രോഗത്തിന്റെയും അനുസൃതമായ രീതിയിലാണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ മറികടക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.